സമരം മഞ്ഞുരുകുന്നു. തൊഴിലാളികൾക്ക് വേതന വർധനവ് നൽകാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് സുരേഷ് കുമാർ റിപ്പോർട്ടറോട് പറഞ്ഞു. സമരം 2 ദിവസത്തിനുള്ളിൽ രമ്യമായി പരിഹരിക്കുമെന്നും ഫെഫ്കയുമായുള്ള പ്രശ്നത്തിൽ മാക്ടയുടെ സഹായം തേടില്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു. സിനിമാ മേഖലയിൽ നിർമ്മാതാക്കളും ഫെഫ്കയും തമ്മിലുള്ള തർക്കം 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു. തൊഴിലാളികൾക്ക് വേതന വർധനവ് നൽകാൻ തന്നെയാണ് നിർമ്മാതാക്കളുടെയും തീരുമാനം. നിർബന്ധപൂർവ്വം ഫെഫ്ക വേതന വർധനവ് നടപ്പിലാക്കിയതാണ് തർക്കത്തിന് കാരണമായതെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി. വേതന വർധനവ് തീർച്ചയായിട്ടും കൊടുക്കണം. അതിൻ്റെ തോതിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ തർക്കം. വർധനവ് കൊടുത്തല്ലേ പറ്റൂ, അല്ലാതെ 3 വർഷം കോൺട്രാക്റ്റ് കഴിഞ്ഞ കാര്യം കൊടുക്കണം. അത് ന്യായമായും അവർ ചോദിക്കുന്ന അവകാശമാണ്, അല്ലെങ്കിൽ ന്യായമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഫെഫ്കയ്ക്ക് പകരം മാക്ടയിലെ തൊഴിലാളികളുടെ സഹായം നിർമ്മാതാക്കൾ തേടില്ല. ഫെഫ്കയുമായുള്ള കരാർ പുതുക്കാൻ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. അല്ല, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. തൊഴിലാളികൾക്ക് വേതന വർധനവ് നൽകാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചതോടെ 6 ദിവസമായി തുടരുന്ന സിനിമാ സമരത്തിന് തിരശ്ശീല വീഴുമെന്നാണ് സിനിമാ പ്രവർത്തകരുടെ പ്രതീക്ഷ. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ചന്ദ്രബോസ് വധക്കേസിന്റെ അന്തിമവാദം തുടങ്ങുന്നത് നാളത്തേക്ക് മാറ്റി. ഏതാനും ചില രേഖകൾ കൂടി പരിശോധിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചതിനെ തുടർന്നാണ് വാദം നാളത്തേക്ക് മാറ്റിയത്. അതേസമയം മാധ്യമപ്രവർത്തകരെ വിസ്തരിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. ചന്ദ്രബോസ് വധക്കേസിന്റെ അന്തിമവാദം തുടങ്ങാനിരിക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള ഏതാനും ചില രേഖകൾ കൂടി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ച കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് രേഖകൾ വിചാരണ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. കേസ് അന്വേഷിച്ച സിഐയുടെയും എസ്ഐയുടെയും പക്കലുള്ള വെഹിക്കിൾ ഡയറി, സ്റ്റേഷൻ ജനറൽ ഡയറി എന്നിവ പരിശോധിച്ച് രേഖപ്പെടുത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം. ഇതിന് ശേഷമായിരിക്കും വാദം ആരംഭിക്കുക. അതേസമയം കേസിൽ മാധ്യമപ്രവർത്തകരെ വിസ്തരിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം നാളെ ഉച്ചയോടെ തന്നെ വാദം തുടങ്ങാനാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് അന്തിമഘട്ടത്തിൽ അനാവശ്യ കാര്യങ്ങൾ ഉന്നയിച്ച് പ്രതിഭാഗം ശ്രമിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. 2 ദിവസത്തിനുള്ളിൽ വാദം പൂർത്തിയാക്കി ജനുവരി 15ഓടെ വിധി പറയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ജനുവരി 31-നകം കേസിന്റെ വിധിപ്പകർപ്പ് ഹാജരാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു.